അവളെ നീ ഇനിയും സ്കൂളിലേക്ക് ഒരുക്കി അയച്ചില്ലേ? എനിക്ക് ഓഫീസിൽ പോകാൻ സമയമായി. എന്റെ കാറിന്റെ കീ എവിടെ? മിസ്റ്റർ ഫെർണാണ്ടസ്? യെസ്. ഗുഡ് മോർണിംഗ് ഫാദർ. ഗുഡ് മോർണിംഗ്. മിസ്റ്റർ ഫെർണാണ്ടസ്, നിങ്ങളവിടെ എന്ത് ചെയ്യുന്നു? ഞാനങ്ങോട്ട് വരട്ടെ? നോ, ഞാൻ ഒരു ധ്യാനത്തിലാണ്. എനിക്ക് നിങ്ങളോട് കുറെ കാര്യങ്ങൾ പറയാനുണ്ട്. മിസ്റ്റർ ഫെർണാണ്ടസ്, ഇറങ്ങി വരൂ. നിർബന്ധമാണോ? അതെ. എങ്കിൽ ഞാൻ വരാം ഫാദർ. എന്താ ഫെർണാണ്ടസ് ഇത്? ഇന്ന് രാവിലെ കൊണ്ടുവച്ച ഭക്ഷണമല്ലേ? 3-4 ദിവസമായി നിങ്ങൾ ഒന്നും കഴിക്കാറില്ലെന്നാണ് ലിസി പറഞ്ഞത്. കുറെ ദിവസമായി ഞാനൊരു ധ്യാനത്തിലാണ് ഫാദർ. ഈയിടെയായി സമയത്തെക്കുറിച്ച് ഞാൻ ഓർക്കാറേ ഇല്ല. അതുകൊണ്ട് എനിക്ക് വിശപ്പുമില്ല. ഫെർണാണ്ടസ്, നിങ്ങൾ മനഃപൂർവ്വം പട്ടിണി കിടക്കുകയാണ്. ഇങ്ങനെ സ്വയം നശിക്കുന്നവരെ ദൈവത്തിന് ഇഷ്ടമല്ല. ഇതൊരു തരം ആത്മഹത്യയാണ്. വളരെ കാലമായി എന്റെ ജീവിതം നഷ്ടപ്പെട്ടു. ഇപ്പോൾ ജീവൻ മാത്രമേ ഉള്ളൂ. ഞാൻ ആർക്ക് വേണ്ടി ജീവിക്കണം ഫാദർ? ഫെർണാണ്ടസ്, നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ജീവിക്കണം. അങ്ങനെ ജീവിക്കുന്നതിൽ എന്താണ് അർത്ഥം? എന്നെ പോലെ ഒരു സാധാരണ മനുഷ്യന് ആശിക്കാൻ എന്തെങ്കിലും ഉണ്ടായിരിക്കണം. സ്നേഹിക്കാൻ ആരെങ്കിലും വേണം. എന്റെ ഭാര്യയ്ക്കും കുഞ്ഞിനും വേണ്ടിയാണ് ഞാൻ ജീവിതം ആരംഭിച്ചത്. അവർ പോയി. ഫാദർ, ഞാൻ എന്റെ സ്റ്റെല്ലായുടെ കഴുത്തിൽ മിന്നു കിട്ടുമ്പോൾ ഈ പള്ളിയിൽ നിങ്ങളായിരുന്നില്ല അച്ഛൻ. ആ കർമ്മത്തിൽ സാക്ഷ്യം വഹിച്ചത് ഫാദർ എഡ്വേർഡായിരുന്നു. എന്റെ സ്റ്റെല്ലായിക്ക് റോസാപ്പൂക്കൾ എന്ത് ഇഷ്ടമായിരുന്നോ. ഫെർണാണ്ടസ്, യെസ് ഡാർലി. റോസാപ്പൂക്കളുടെ ഭംഗി മറ്റൊരു പൂവിനുമില്ല അല്ലേ? എല്ലാ പൂക്കൾക്കും ഭംഗിയുണ്ട്. എനിക്ക് റോസാപ്പൂക്കളോടാണ് ഇഷ്ടം. നമുക്കിവിടെ മുഴുക്ക റോസ വെച്ച് പിടിപ്പിക്കണം. നിനക്ക് വേണ്ടി ഈ ലോകം മുഴുവൻ ഞാൻ റോസ് ഗാർഡൻ ആക്കി മാറ്റി. ഓ മൈ ഡാർലിംഗ്. അവൾ റോസാപ്പൂക്കളെ സ്നേഹിച്ചിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ഈ ഗാർഡൻ ഉണ്ടാക്കിയത്. ഇപ്പോൾ ഇവിടെ വിരിയുന്ന ഓരോ പൂക്കളിലും ഞാൻ അവളെ കാണുന്നു. ഫാദർ, മറ്റെന്തിനേക്കാളും എനിക്ക് പ്രിയപ്പെട്ടത് എന്റെ സ്റ്റെല്ലയായിരുന്നു. ഞങ്ങൾക്കൊരു മോളുണ്ടായിരുന്നു, ഡെയ്സി. അവൾ വളർന്നിരുന്നെങ്കിൽ ഇവളെ പോലിരിക്കുമായിരുന്നു. എന്റെ മോള് ജനിച്ചപ്പോ ജീവിതം പൂർണ്ണമായി എന്ന് ഞങ്ങൾക്ക് തോന്നി. ഒരു ദിവസം ഞാനും സ്റ്റെല്ലയും എന്റെ മകൾ ഡെയ്സിയും കൂടി ഫാദർ, എന്റെ സ്റ്റെല്ല മരിച്ചപ്പോ, എന്റെ മോള് മരിച്ചപ്പോ എനിക്ക് എന്റെ എല്ലാം നഷ്ടപ്പെട്ടു. എനിക്ക് ഒന്നും ആരുമില്ല. ഫെർണാണ്ടസ്, കരയരുത്, കരയരുത് ഫെർണാണ്ടസ്. ദുഃഖിതരുടെ കൂടെയാണ് ജീവിതം. എല്ലാം വിധിയാണ്. സഹിക്കുക, ക്ഷമിക്കുക. ഫാദർ, പക്ഷേ വിധി ഇത്ര ക്രൂരമാകാൻ പാടില്ല ഫാദർ. എല്ലാം ദൈവനിശ്ചയം. നിങ്ങൾ എന്റെ കൂടെ വരും. പട്ടിണി കിടക്കില്ല. നമ്മൾ ഒരുമിച്ചാണ് ഇന്ന് ഭക്ഷണം കഴിക്കുന്നത്. വരൂ ഫെർണാണ്ടസ്, വരൂ.
ചട്ടമ്പി, ഇനി ഇവിടുത്തെ കാലാവസ്ഥ നമുക്ക് പിടിക്കട്ടെ. അതിത് അവനെ പിടിക്കത്തുള്ളൂ, ആ ബോട്ട് ഡ്രൈവർ. നമുക്ക് രണ്ടുപേർക്കും കൂടി ഇവിടുന്ന് വണ്ടി കയറാം. വേറെയും കടപ്പുറമുണ്ടല്ലോ, അവിടെ എവിടെയെങ്കിലും പോയിട്ട് ജീവിക്കും. ഏയ്, അതിന് തക്കവണ്ണൊന്നും ഉണ്ടായിട്ടില്ലടാ. അയ്യോ, അങ്ങനെയല്ല. ഷാപ്പിൽ വെച്ച് ശ്രീധരനുമായിട്ട് മുട്ടിയ വിവരം ഈ നാട്ടിൽ പാട്ട. ആളുകൾ പറയണത് ചട്ടമ്പിയെ ശ്രീധരൻ തല്ലി ചതച്ചെന്ന്. ചട്ടമ്പി ചുമ്മാ വെറും ചട്ടമ്പിയാണ്. ശ്രീധരനെ നമുക്കൊരു എടുപ്പ് എടുക്കണം. നമ്മൾ പലരെയും എടുക്കുമെന്ന് പറഞ്ഞ് വിരട്ടിയാണല്ലോ ഇവിടെ ജീവിക്കുന്നത്. ഇതങ്ങനെ അവനെ കാര്യമായിട്ടൊന്ന് എടുക്കണം. അവൻ ഇതാ ഈ കാലിൽ വന്ന് വീഴണം. നീ ഒന്ന് വെറുതെ ഇരിടാ, അവനെ ഞാൻ വേണ്ടവണ്ണം കൈകാര്യം ചെയ്തോളാം. മതി മതി. നമ്മുടെ വാസു ചട്ടമ്പിയെ ഇന്നലെ കള്ള് ഷാപ്പിൽ വെച്ച് നമ്മുടെ ശ്രീധരൻ നിർത്തിക്കളഞ്ഞ നിങ്ങൾ അറിഞ്ഞെന്നാ? അത് ഈ കടപ്പുറത്ത് മുഴുവൻ പാട്ടായി. അയാൾ ചട്ടമ്പി ഒന്നുമല്ലേ, ചുമ്മാ ചട്ടമ്പിയാ. ശ്രീധരൻ ആള് തന്റേടിയാ. ഇന്നലെ ചട്ടമ്പിയെ വിറപ്പിച്ചു കളഞ്ഞില്ലേ? എന്തൊക്കെയായാലും ശ്രീധരൻ ഈ കടപ്പുറത്ത് വന്നോടുകൂടി ചട്ടമ്പി വാസുവിന്റെ ശല്യം ഒഴിവായി കിട്ടി. അങ്ങനെ ഒഴിയാൻ പോകുന്നില്ലടോ. വാസു ചട്ടമ്പി ആരാണെന്ന് ആ പീറ ശ്രീധരൻ അറിയാൻ പോകുന്നതേ ഉള്ളൂ. അത്ര വീറുള്ളവനായിരുന്നു ചട്ടമ്പിയെങ്കിൽ ശ്രീധരന് മുന്നോട്ട് നടക്കുമായിരുന്നു. അതല്ലയോ ചട്ടമ്പിയുടെ 19ാമത്തെ അടവ്. ഏത് വലിയ ഫൈലാനായാലും ആദ്യം വെറുതെ ഒന്ന് തോറ്റുകൊടുക്കും. നോക്കിക്കോടോ, ചട്ടമ്പി ഇന്ന് രാത്രി ശ്രീധരന്റെ കുടലെടുത്ത് മാലയിടും. ഇടുവിടും. ശ്രീധരൻ 3 കരം ഇടേ ചട്ടമ്പി ഇടും. ചട്ടമ്പി വാസുവിനെ ഇന്ന് വരെ ആരും തോൽപ്പിച്ചിട്ടില്ല, ഇനി തോൽപ്പിക്കുകയില്ല. പാടോ. ശ്രീധര, ശ്രീധര, എന്താ ചട്ടമ്പി? നമ്മളിവിടെ ഇങ്ങനെ വെറുതെ നോക്കി നിന്നാ മതിയോ? ഞാൻ വഴക്കിന് വന്നതല്ല, എനിക്കൊരു കാര്യം പറയാൻ. കള്ള് ഷാപ്പി വെച്ച് നമ്മൾ ഉടക്കി. നിങ്ങൾ എനിക്ക് മനസ്സിലായി. പിന്നെ ചട്ടമ്പി എന്നുള്ള പേരുകൊണ്ടാ ഞാനിവിടെ ജീവിക്കുന്നു. നിങ്ങൾ എന്നെ തോപ്പിക്കരുത്. എനിക്കാരും ജയിക്കണമെന്നില്ല. ഇല്ലല്ലോ. അപ്പൊ പിന്നെ ഇന്ന് പോലെ നമ്മൾ ദോസ്ത്. ഈ മീൻ വിൽക്കാനുള്ള അധികാരം ശ്രീധരനുണ്ടോ അതോ സീതക്ക് വരണോ? എന്നോട് പറഞ്ഞാ മതി. എന്ത് തരണം? മുതലാളി പറ. ഒറ്റ വില 800 രൂപ തരാം. ഗോപാലൻ മുതലാളി വില പറഞ്ഞത് കേട്ടല്ലോ. ആർക്കെങ്കിലും കൂടുതൽ പറയാനുണ്ടോ? ഗോപാലൻ മുതലാളി വില പറഞ്ഞതല്ലേ, അങ്ങേർക്ക് തന്നെ കൊടുത്തേരെ. ശരി, പണം ഇട്. മീനിന്റെ കൂടത്തിലേക്ക് അടിച്ചേക്ക്. ആദ്യം ഒരു ചെറിയ അഡ്വാൻസ് തരും, പിന്നെ കണക്ക് തീർക്കും. അങ്ങനെയാ എന്റെ കച്ചവടം. എന്നാലേ എന്റെ നീ മുതലാളിയുടെ കൂട്ടത്തിലേക്ക് വരികയല്ല. അതെന്താണോ? കടലിൽ പോയി കഷ്ടപ്പെട്ട് മീൻ പിടിച്ചിട്ട് രൊക്കം കാശ് തരാൻ ആളുള്ളപ്പോ എന്തിനാ കടം കൊടുക്കുന്നത്? നിങ്ങൾക്ക് ആർക്കെങ്കിലും മീൻ വേണം, രൊക്കം കാശ് തരാമെങ്കിൽ മുതലാളി പറഞ്ഞതിനേക്കാൾ 50 രൂപ കുറച്ചു തരാം. എടോ, മീന്റെ വില പറഞ്ഞാൽ എന്നോട് പറ. അതാണ് ചെവി കുണുണാ പറയുന്നത്. ഗോപാലൻ മുതലാളി കച്ചവടം വിട്ടോ? വിട്ടു. നീ വേണേ കാശ് എടുത്തോണ്ടു. ഒരു 750 രൂപയ്ക്കാണെങ്കിൽ ഞങ്ങൾ കച്ചവടം ഉറപ്പിച്ചിരിക്കുന്നു. ആ, കൂടെ